ഫേസ്ബുക്കിലെ ഏറ്റവും ജനസമ്മതനായ ലോക നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് അന്താരാഷ്ട്ര ഏജൻസിയുടെ റിപ്പോർട്ട്. സ്വകാര്യ പേജിൽ 43.5 ലക്ഷം പേരും ഔദ്യോഗിക പേജിൽ 13.7 പേരും നരേന്ദ്രമോദിയെ പിന്തുടരുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ CW റിപ്പോർട്ട് ചെയ്യുന്നു. പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. 23 ദശലക്ഷം പേരാണ് ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ പിന്തുടരുന്നത്. 3ാം സ്ഥാനത്തുള്ള ജോർദാൻ രാജ്ഞിയാണിക്ക് 16.9 ദശലക്ഷം ലൈക്കുകളാണ് ഫേസ്ബുക്കിലുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഫേസ്ബുക്കിന്റെ പുതിയ ഭേദഗതികൾ അനുസരിച്ച് പേജ് ലൈക്ക് കൂട്ടാൻ പല നേതാക്കളും ഔദ്യോഗിക പേജുകളിൽ പരസ്യങ്ങൾക്ക് മറ്റും സ്ഥാനം നൽകുന്ന സാഹചര്യത്തിലാണ് യാതൊരുവിധ അധിക പ്രചരണങ്ങളുമില്ലാതെ സമൂഹ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവായി നരേന്ദ്രമോദി നിറഞ്ഞു നിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം രാജ്യത്ത് മോദി സർക്കാരിന് അനുകൂലമായ തരംഗം അലയടിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ദിവസം അസമിലെ സിൽച്ചാറിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഏത് ദിശയിലേക്കാണ് കാറ്റ് വീശുന്നതെന്ന് ജനങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1ാം ഘട്ട വോട്ടെടുപ്പ് രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുകയാണ്. ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞ വസ്തുത മോദി തരംഗം അലയടിക്കുന്നു എന്നതാണ്. ആസാമിൽ നടന്ന വോട്ടെടുപ്പ് 5 സീറ്റുകളിലും NDA സഖ്യം വിജയം നേടുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. തേയിലത്തോട്ടങ്ങളുടെ നാടാണ് ആസാം. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവർക്ക് തോട്ടം തൊഴിലാളികളുടെ ദുരിതം മനസ്സിലാവില്ല. കൊളുന്തു നുള്ളുമ്പോൾ കൈമുറിയുന്നതിന്റെ വേദനയും രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളും അവർക്ക് മനസ്സിലാകില്ല. തേയിലത്തോട്ടങ്ങളെ വർഷങ്ങളായി കോൺഗ്രസ് അവഗണിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. വോട്ട് നേടുന്നതിനു വേണ്ടി കോൺഗ്രസ് നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിച്ചു. കാശ്മീരിലെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും നുഴഞ്ഞുകയറ്റ പ്രശ്നം കോൺഗ്രസിന് പരിഹരിക്കാമായിരുന്നു. എന്നാൽ വോട്ടുകൾ മുന്നിൽ കണ്ട് കോൺഗ്രസ് നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. എന്തായാലും മോദി തന്നെയാണ് ഇപ്പോൾ താരം. മോദി തരംഗം അലയടിക്കുന്നതിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 2014 കരുത്തുറ്റ വിജയസംഖ്യയുമായി BJP തിരിച്ചു വരും എന്ന് തന്നെയാണ് BJP വൃത്തങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.